ഹലോ, ഉപ്പും മുളകും പ്രേക്ഷകരെ ഇനി നമുക്കങ്ങാട് ആഘോഷ എപ്പിസോഡുകളാണ് അല്ലേ? നമ്മുടെ സിദ്ധുവും ലച്ചയും കൂടെ ഒരുമിച്ച് എങ്ങനെയായിരിക്കും അല്ലേ? തുടക്കത്തിലെ വൈബൊക്കെ കണ്ടിട്ട് ചെക്കൻ വേറെ ലെവലാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ പഴയ സിദ്ധുവിനേലും കുറച്ചും കൂടെ ടോപ്പിൽ നിൽക്കും എന്നുള്ളതാട്ടോ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അല്ലേ? എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഇന്നത്തെ നമ്മുടെ ലച്ചുവിന്റെ മുഖത്ത് ഒരു ബ്ലഷ് അടിച്ചത് അയ്യോ! ഒരു രക്ഷയില്ല അല്ലേ? നമ്മുടെ സിദ്ധുവിനെ കണ്ടപ്പോ തന്നെ നമ്മുടെ ലച്ചു ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് ആ ഒരു നാണത്തോടു കൂടിയുള്ള ഒരു നോട്ടം ഉണ്ടായിരുന്നു. പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പൊ സിദ്ധുവും ഒന്ന് മൗനം പാലിച്ചിങ്ങനെ എന്താ പറയാ നാണമൊക്കെ വന്നിട്ട് സിദ്ധുവിന് നാണം വന്നു. ലാസ്റ്റ് നമ്മുടെ ലച്ചു ഇങ്ങനെ കുറേ നേരം നമ്മുടെ സിദ്ധുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നാണത്തോടുകൂടി സിദ്ധു എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു വന്ന് നമ്മുടെ ലച്ചുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തൊരു രസമല്ലേ നമ്മുടെ ലച്ചുവിന്റെ ഇന്നത്തെ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ലച്ചുവിന്റെ ഇങ്ങനത്തെ വേറെ ലെവൽ ആക്ടിങ് നമ്മൾ കാണുന്നത് അല്ലേ? ലച്ചുവിന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ എപ്പിസോഡുകളാട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. നമ്മുടെ സിദ്ധുവും ലച്ചും കൂടി പാറമട വീടിങ്ങനെ അടക്കി ഭരിക്കും മോനെ. ഇനി ഇനി ഇവരായിരിക്കും വലിയ കാട്ട നേതാക്കൾ നമ്മുടെ പാറമട വീട്ടിലത്തെ അല്ലേ? ഇനി സിദ്ധുവും നമ്മുടെ ലച്ചുവും കേശുവും ശിവാനിയും ഗൗരിയമ്മായിയും എല്ലാവരും കൂടി എന്ത് രസകരമായിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും അല്ലേ? പോരാത്തതിന് നമ്മുടെ ലച്ചുവിന്റെയും സിദ്ധുവിന്റെയും ആ റൊമാൻസ്, അവരുടെ ഒരു കെമിസ്ട്രി, അത് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ കണ്ട് കണ്ട് അറിയണം എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ കൂട്ടുകാരെ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. നമ്മുടെ സിദ്ധുവിന്റെയും നമ്മുടെ ലച്ചുവിന്റെയും ആ ഒരു റൊമാൻറ്റിക് എപ്പിസോഡുകൾ തന്നെ ആവട്ടെ ഇനി വരുന്നത്. അല്ലേ? ഇനി പോരാത്തതിന് ഈ റൊമാൻസ് കൂടി 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 നമ്മുടെ ലച്ചുവിനെങ്ങാനും അടുത്ത വിശേഷമാകും കൂട്ടുകാരെ. എന്തായാലും നമ്മൾ പ്രേക്ഷകർ ഡബിൾ ഹാപ്പിയാണ് അല്ലേ? ഇത് കല്ലുമോൾ ഇത്ര ആയില്ലേ, അപ്പൊ കല്ലുമോൾക്ക് അടിയിൽ ആരെങ്കിലും വേണ്ടേ? അനിയനോ അനിയത്തിയൊക്കെ വേണ്ടേ? ലച്ചുവിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. ലച്ചു ഇങ്ങനെ വയറൊക്കെ വീർപ്പിച്ച് നടക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ? പണ്ട് നമ്മുടെ നീലു പാറക്കുട്ടീനെ പ്രസവിച്ച പോലെ ഒരു കുഞ്ഞു വാവനെ പ്രസവിച്ച് നമ്മുടെ ലച്ചു അതിനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത് നോക്കുന്നതും അങ്ങനത്തെ കുറച്ച് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ആവട്ടെ വരുന്നത് അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.